യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഖത്തറിലെത്തി കഴിഞ്ഞപ്പോൾ ദോഹയിൽ കോർണിഷിലായിട്ടൊരു ലൈറ്റ് ഷോ നടന്നിട്ടുണ്ടായിരുന്നു. 31st വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ ഇവൻ്റ് ആയിരുന്നു. നാട്ടിലിരുന്നപ്പോൾ തന്നെ വിചാരിച്ചാണ് എത്തിക്കഴിയുമ്പോൾ എന്തായാലും ഇതൊന്ന് പോയി കാണണം എന്നുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു അത്. നമ്മളൊരു ദിവസം വൈകുന്നേരം എത്തിയിട്ട് കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ നടന്ന് കയറിയപ്പോൾ ഇതേപോലെ ഒരു LED പാനൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കതിനുള്ളിലൂടെ നടന്ന് ലൈറ്റ്സ് എല്ലാം തന്നെ കാണാൻ പറ്റും. സ്ക്രീനിൽ ഇതേപോലെ മറൈനായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. അതിൻ്റെ ചുറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് കൊണ്ടുള്ള ഷോ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിനുള്ളിലൂടെ ഇങ്ങനെ ഓടി നടന്ന് ഇതെല്ലാം കാണാം. അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിലും ഒരു എഫക്റ്റാണ് നമുക്കിത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഇതേപോലെയുള്ളൊരു ലൈറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് വരുന്നതാണ് അവിടെ. മാത്രമല്ല ചുറ്റും ഇതേപോലെ ലൈറ്റ്സ് എല്ലാ സ്ഥലത്തും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നത്തില്ല. അത്ര രസമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ. അപ്പോൾ മക്കൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി. അവർ കുറേ നേരം അവിടെ ഇത് കണ്ടിങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ എത്തിയത് കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഈ ഒരു വ്യൂ എല്ലാം കണ്ടു. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. അവിടെ നിന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും ഡിഫറെൻറ്റ് ലൈറ്റ് ഷോസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലത്തൊക്കെ തിരക്കായതുകൊണ്ട് നമ്മൾ നേരെ ഈ ഒരു അംബർല ടണലിലേക്കാണ് കയറിയത്. അതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഇതേപോലെ ഫുള്ള് ലൈറ്റ്സ് ഇട്ടിരിക്കുകയാണ്. ഉള്ളിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അംബർലാസ് ആണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു. ഈ കോർണിഷിൽ ഇങ്ങനെ കടലിൻ്റെ ഒരു വ്യൂ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് കൊണ്ടും ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ടും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ഷോ ഒക്കെ കാണാൻ പോയാൽ ചൂടൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ. അപ്പോൾ നമ്മൾ അംബർല ടണലിലൂടെ നടന്ന് നേരെ കോർണിഷിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ പോകുന്ന വഴിക്കും ഫുള്ള് ലൈറ്റ്സ് ബ്യൂട്ടിഫുള്ളായിട്ട് സ്ക്രീനിലും ആ ഒരു റൂഫിൻ്റെ ഏരിയയിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഒരു വാക്ക് വേയിലേക്കാണ്. വാക്ക് വേയിൽ സൈഡിൽ ഫുൾ ഇതേപോലെ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പേളിൻ്റെ മോഡലിൽ ഒരു ഗ്ലോബ് പോലെ ഇതേപോലെ ലൈറ്റ് ഫുള്ള് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ലൈറ്റ് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ നടന്ന് നേരെ കോർണിഷിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നടക്കുന്ന രണ്ട് സൈഡിലും ഇതേപോലെ ഫുള്ള് ലൈറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു, മക്കളുമായിട്ടൊക്കെ കളിച്ചു, കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് നമ്മൾ എടുത്തു. ഈ ഒരു വാക്ക് വേ കഴിഞ്ഞ് നമ്മൾ നേരെ മേളിലോട്ട് കയറുന്നത് കോർണിഷിലേക്കായിരുന്നു. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. ബോട്ടിൽ കയറാമെന്ന്. അപ്പോൾ ചെറിയൊരു ട്രിപ്പാണ്. നമ്മളിങ്ങനെ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ അവർ കോർണിഷിൽ ജസ്റ്റ് ചെറിയൊരു റൈഡ് നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നേരെ ബോട്ടിലേക്ക് കയറി ചെറിയൊരു റൈഡ് നടത്താൻ വേണ്ടി. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് മാത്രമേ ഇങ്ങനെ പോകാൻ പറ്റൂ. ചൂട് സമയത്തൊന്നും ഇത് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്താണ് ഈ ഒരു ബോട്ടിന് റൈഡ് നടത്താൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡിലേ വന്നതുകൊണ്ട് അവർ പോയി. പിന്നെ നമ്മൾ തനിയായി. അങ്ങനെ
അങ്ങനെ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർ പാട്ടൊക്കെ ഇട്ട് തുടങ്ങി. ഫുള്ളൊരു വൈബായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞു. മക്കൾ ഭയങ്കര ഡാൻസൊക്കെ ചെയ്ത് കുറച്ച് നേരത്തെ ഒരു റൈഡാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചെത്തും. നേരത്തെ ഒരുപാട് തവണ ഇങ്ങനെ ബോട്ടിൽ റൈഡൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളതാണെങ്കിലും കുട്ടികളെ പോലെ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ ഈ ഒരു റൈഡൊക്കെ നടത്തുന്നത്. അതും മാത്രമല്ല കാലാവസ്ഥയൊക്കെ നല്ലതായതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു വൈബാണ്. അപ്പം അവർ പാട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് ഭയങ്കര ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. അല്ലു കുറച്ചൊന്ന് ബഹളമായിരുന്നു, തണുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അല്ലു വലിയൊരു മൂഡിലല്ലായിരുന്നു. ആദ്യമായിരുന്നു ഫുള്ള് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ബഹളം. കൂടെ തന്നെ കുഞ്ഞുങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് എത്തി. നമ്മൾ എത്തുന്ന സമയമായപ്പോഴേക്കും അവിടെ ആ ഒരു ഡാൻസിങ് ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പോയ സമയത്ത് നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിരുന്നു കാണാൻ. പ്രത്യേകിച്ച് ഈ ഒരു കോർണിഷിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു. ആ ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസിങ് ഫൗണ്ടൻ. അപ്പം ഈ വീഡിയോയിൽ മ്യൂസിക് പറ്റാത്തത് കൊണ്ടാണ് അത് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. അപ്പം നമ്മളതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈറ്റ് ഷോയുടെ വിശേഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.